Next question. Analyze the propped cantilever using consistent deformation method and draw shear force diagram and bending moment diagram. Assume I is uniform. അപ്പോൾ ഇവിടെ നമുക്കൊരു കാന്റിലിവർ ബീം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കാന്റിലിവർ ബീം അല്ല, പ്രോപ്ഡ് കാന്റിലിവർ ബീം. പ്രോപ്ഡ് കാന്റിലിവർ ബീം it carries a 30 kilonewton load at a distance 2 meter from fixed support. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് കൺസിസ്റ്റന്റ് ഡീഫോർമേഷൻ മെത്തേഡിലാണ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറയുന്നത്. കൺസിസ്റ്റന്റ് ഡീഫോർമേഷൻ മെത്തേഡ്. കൺസിസ്റ്റന്റ് ഡീഫോർമേഷൻ മെത്തേഡിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിരുന്നു ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി കാൽക്കുലേറ്റ് ചെയ്യുക. ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ നമ്പർ ഓഫ് അൺനോൺസ് മൈനസ് നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻ. നമ്പർ ഓഫ് അൺനോൺസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഫിക്സഡ് സപ്പോർട്ടിൽ 3 നമ്പർ ഓഫ് അൺനോൺസ് ആണുള്ളത്. റിയാക്ഷൻ എ, വെർട്ടിക്കൽ റിയാക്ഷൻ ആർ എ, ഹൊറിസോണ്ടൽ റിയാക്ഷൻ എച്ച് എ ആൻഡ് മൊമെന്റ് എം എ. ആൻഡ് റിയാക്ഷൻ ബി, ഇവിടെ റോളർ സപ്പോർട്ട് ആയതുകൊണ്ട് ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ മാത്രമേ ഉള്ളൂ. So therefore number of unknowns എന്ന് പറയുമ്പോൾ there will be 4 number of unknowns. Equilibrium equation എത്രയേ ഉള്ളൂ? 3 equilibrium equation ഉള്ളൂ. Sigma h is equal to 0, sigma v is equal to 0 and sigma m is equal to 0. Sigma h is equal to 0, sigma v is equal to 0 and sigma m is equal to 0. 3 number of equilibrium equation. So degree of indeterminacy is equal to number of unknowns, that is 1, 2, 3 and 4. 4 number of unknowns minus number of equilibrium equation, 3 equilibrium equation. Sigma h is equal to 0, sigma v is equal to 0 and sigma m is equal to 0. Therefore degree of indeterminacy is equal to 1. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫിഗർ ഇൻഡിറ്റർമിനേറ്റ് ടു ഫസ്റ്റ് ഡിഗ്രി ആണ്. സെക്കൻഡ് സ്റ്റെപ്പിൽ എന്തായിരുന്നു ചെയ്യുന്നത്? സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്ക് തന്നിരിക്കുന്ന ഇൻഡിറ്റർമിനേറ്റ് ബീമിനെ ഒരു ഡിറ്റർമിനേറ്റ് ബീമായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് തന്നിരിക്കുന്നത് ഒരു പ്രോപ്ഡ് കാന്റിലിവർ ബീമാണ്. പ്രോപ്ഡ് കാന്റിലിവർ എന്ന് പറയുമ്പോൾ വൺ എൻഡ് ഫിക്സഡ് ആൻഡ് അതർ എൻഡ് സിംപ്ലി സപ്പോർട്ടഡ്. സോ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ബീം. ഇതിനെ നമ്മളൊരു ഡിറ്റർമിനേറ്റ് സ്ട്രക്ചറായിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിനെ ഡിറ്റർമിനേറ്റ് സ്ട്രക്ചറായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഈ തന്നിരിക്കുന്ന ബീമിൻ്റെ സപ്പോർട്ട് ബി, ആ സപ്പോർട്ട് ബി അങ്ങ് റിമൂവ് ചെയ്താൽ മതി. അപ്പോൾ ഇത് എന്ത് ബീമായിട്ട് മാറി? ഇറ്റ് കൺവേർട്ട്സ് ടു എ കാന്റിലിവർ ബീം. അപ്പോൾ കാന്റിലിവർ ബീമായിട്ട് മാറിയപ്പോൾ ഇവിടെ നമുക്ക് എത്ര ലോഡേ ഉള്ളൂ? എത്ര നമ്പർ ഓഫ് അൺനോൺസേ ഉള്ളൂ? 3 നമ്പർ ഓഫ് അൺനോൺസേ ഉള്ളൂ. ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷൻ, ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ ആൻഡ് എ മൊമെന്റ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഡിഗ്രി ഓഫ് റിഡൻഡൻസി ആണ്. ഡിഗ്രി ഓഫ് റിഡൻഡൻസി അല്ല, റിഡൻഡന്റ് ഫോഴ്സ് ഏതാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. റിഡൻഡന്റ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി? നമ്മൾ ഏത് ഫോഴ്സ് റിമൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏത് മൊമെന്റ് റിമൂവ് ചെയ്യുമ്പോഴാണ് തന്നിരിക്കുന്ന ബീം ഒരു ഡിറ്റർമിനേറ്റ് സ്ട്രക്ചറായിട്ട് മാറുന്നത്. അപ്പോൾ നമുക്ക് സപ്പോർട്ട് ബി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ബീം ഒരു ഡിറ്റർമിനേറ്റ് ബീമായിട്ട് കൺവേർട്ട് ചെയ്യാം. സോ അതാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ. റിഡൻഡന്റ് ഫോഴ്സ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്തു, അല്ലെങ്കിൽ റിഡൻഡന്റ് മൊമെന്റ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ബീമിൽ നമുക്ക് റിഡൻഡന്റ് ഫോഴ്സ് ആണുള്ളത്. അപ്പോൾ ആർ ബി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഗിവൺ ബീം അല്ലെങ്കിൽ ഗിവൺ സ്ട്രക്ചർ ഡിറ്റർമിനേറ്റ് സ്ട്രക്ചറായിട്ട് കൺവേർട്ട് ചെയ്തു. ഇനി തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ വരച്ച ഈ ഡിറ്റർമിനേറ്റ് ബീമായിട്ട് കൺവേർട്ട് ചെയ്തതിൻ്റെ ബെൻഡിങ് ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായി. സോ ഇങ്ങനെയാണ് നമ്മുടെ സ്ട്രക്ചർ നിൽക്കുന്നത്. ഈ ലെങ്ത് നമ്മൾ എ ആയിട്ട് കൺസിഡർ ചെയ്തു, ഈ ഫുൾ ലെങ്ത് എൽ ആയിട്ട് കൺസിഡർ ചെയ്തു. കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും? ഫ്രീ എൻഡ്, കാന്റിലിവറിൻ്റെ ഫ്രീ എൻഡിലെ ഡിഫ്ലക്ഷനാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇതിങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്യും. സോ ഈ ഡിഫ്ലക്ഷൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. സോ അതിൻ്റെ വാല്യൂ നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഡിഫ്ലക്ഷൻ നമുക്ക് y എന്ന് ഡിനോട്ട് ചെയ്യാം. y. സോ y is equal to WA square
WA square divided by 2EI into L minus A divided by 3. So deflection of a cantilever beam carrying an eccentric point load. ഈ ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചതാണ്. അപ്പോൾ W എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന ലോഡ് 30 കിലോ ന്യൂട്ടൺ ആണ് ക്വസ്റ്റിനകത്ത് കൊടുത്തിരിക്കുന്ന ലോഡ് വാല്യൂ. അപ്പോൾ ഡബ്ല്യുവിൻ്റെ വാല്യൂ 30 കിലോ ന്യൂട്ടൺ. എ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് എൻഡിൽ നിന്ന് നമ്മുടെ പോയിന്റോട് ഉള്ള ഡിസ്റ്റൻസ് ആണ്. ആ ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്തിരിക്കുന്നത്, ആ ഡിസ്റ്റൻസ് ക്വസ്റ്റിന് കൊടുത്തിരിക്കുന്നത് 2 meters ആണ്. അപ്പോൾ എ ഈസ് ഈക്വൽ ടു 2 meters ഡിവൈഡഡ് ബൈ 2EI ഇൻറ്റു എൽ. ടോട്ടൽ ലെങ്ത് ഓഫ് സ്ട്രക്ചർ കൊടുത്തിരിക്കുന്നത് 5 meters ആണ്. അപ്പോൾ ലെങ്ത് 5 മൈനസ് എ ഡിവൈഡഡ് ബൈ 3. അപ്പോൾ എയുടെ വാല്യൂ 2 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് 260 ഡിവൈഡഡ് ബൈ EI. 260 ഡിവൈഡഡ് ബൈ EI. ഇനി അടുത്തത് ഫോർത്ത് സ്റ്റെപ്പാണ്. ഫോർത്ത് സ്റ്റെപ്പിൽ എന്തായിരുന്നു ചെയ്തത്? ഫോർത്ത് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് തന്നിരിക്കുന്ന സ്ട്രക്ചറിനകത്തുനിന്ന് എക്സ്റ്റേണൽ ലോഡ് അങ്ങ് റിമൂവ് ചെയ്യും. ലോഡ് റിമൂവ് ചെയ്തിട്ട് നമ്മുടെ സപ്പോർട്ടിൽ ആ സപ്പോർട്ട് അതേ കണക്ക് തന്നെ മാർക്ക് ചെയ്യും. സോ ഇവിടെ RB എന്ന് പറഞ്ഞ സപ്പോർട്ട് അതേ കണക്ക് തന്നെ മാർക്ക് ചെയ്തു, പക്ഷേ എക്സ്റ്റേണൽ ലോഡ് റിമൂവ് ചെയ്തു. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുവാണ്? ഈ കൊടുത്തിരിക്കുന്ന ലോഡിനെ ഒരു പോയിന്റ് ലോഡായിട്ട് കൺസിഡർ ചെയ്യുകയാണ്. സോ അതെങ്ങനെ വരും? എ കാൻഡിലിവർ ബീം ക്യാരിങ് എ പോയിന്റ് ലോഡ് അറ്റ് ഫ്രീ എൻഡ്. ഇതിൻ്റെ ഇക്വേഷനും നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതുപോലെ കൺസിഡർ ചെയ്യും ഈ ബീം. അപ്പോൾ എന്ത് ചെയ്യാണ്? ഫോർത്ത് സ്റ്റെപ്പിൽ എക്സ്റ്റേണൽ ലോഡ് റിമൂവ് ചെയ്തു. എക്സ്റ്റേണൽ ലോഡ് റിമൂവ് ചെയ്തിട്ട് സപ്പോർട്ട് അതേ കണക്ക് തന്നെ കൊടുത്തു. ആ സപ്പോർട്ടിൽ സപ്പോർട്ട് ബി അതേ കണക്ക് തന്നെ കൊടുത്തു. എന്നിട്ട് ആ സപ്പോർട്ട് ബി എന്ന് പറയുന്നതിനെ ഒരു പോയിന്റ് ലോഡായിട്ട് കൺസിഡർ ചെയ്തു. അപ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം? ഈ സ്ട്രക്ചറിനെ എ കാൻഡിലിവർ ബീം ക്യാരിങ് എ പോയിന്റ് ലോഡ് അറ്റ് ഫ്രീ എൻഡ് ഇങ്ങനെ കൺസിഡർ ചെയ്യാൻ പറ്റും. എ കാൻഡിലിവർ ബീം ക്യാരിങ് എ പോയിന്റ് ലോഡ് അറ്റ് ഫ്രീ എൻഡ്. സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഡിഫ്ലക്ഷൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പോൾ കാൻഡിലിവർ ബീമിനകത്ത് പോയിന്റ് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇതിങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്യും. പക്ഷേ ഈ കേസിൽ ലോഡ് താഴേന്ന് മുകളിലേക്കാണ്. താഴേന്ന് മുകളിലേക്കാകുമ്പോൾ ഡിഫ്ലക്ഷൻ വിൽ ബി ആക്ടിങ് ഇൻ അപ്വേർഡ് ഡയറക്ഷൻ. അപ്പോൾ ഈ ഡിഫ്ലക്ഷൻ്റെ വാല്യൂ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തതായിരുന്നു ഫസ്റ്റ് മോഡ്യൂളിൽ. സോ ഇതിനെ നമ്മൾ ഡെൽറ്റ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഡെൽറ്റ ഡിഫ്ലക്ഷൻ അറ്റ് free end. The delta will be equal to W L cube divided by 3 into EI. So deflection is equal to W L cube divided by 3 EI. അപ്പോൾ ഇവിടെ നമുക്ക് ആകുമ്പോൾ ഡബ്ല്യുവിന് പകരം RB വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. RB ഇൻറ്റു ലെങ്ത് ഓഫ് ബീം എന്ന് പറയുന്നത് 5 meters. So RB into 5 cube divided by 3 into EI. So step 4 ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റെപ്പ് 4ൽ എന്ത് ചെയ്തു? തന്നിരിക്കുന്ന ബീമിൻ്റെ പ്രോപ്പർട്ടി കാൻഡിലിവർ ബീമിനകത്തുനിന്ന് ലോഡ് റിമൂവ് ചെയ്തു. എന്നിട്ട് സപ്പോർട്ട് ബി, നേരത്തെ റിമൂവ് ചെയ്ത സപ്പോർട്ട് ബി അതേ കണക്ക് തന്നെ പ്രൊവൈഡ് ചെയ്തു. പക്ഷേ സപ്പോർട്ട് ബി ഒരു പോയിന്റ് ലോഡായിട്ട് കൺസിഡർ ചെയ്തു. അപ്പോൾ എ കാൻഡിലിവർ ബീം ക്യാരിങ് പോയിന്റ് ലോഡ് അറ്റ് ഫ്രീ എൻഡ് എന്ന കേസിലേക്ക് പ്രോബ്ലം കൺവേർട്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യാണ്? എ കാൻഡിലിവർ ബീം ക്യാരിങ് എ പോയിന്റ് ലോഡ് അറ്റ് ഫ്രീ എൻഡിൻ്റെ ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എഴുതി. WL cube ഡിവൈഡഡ് ബൈ 3EI. സോ ആ ഇക്വേഷൻ ഇങ്ങോട്ട് അപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഡബ്ല്യുവിൻ്റെ സ്ഥാനത്ത് RB എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ലെങ്ത് ഡിവൈഡഡ് ബൈ 3EI. സോ RBയുടെ വാല്യൂ ഡെൽറ്റ ബിയുടെ വാല്യൂ RB L cube ഡിവൈഡഡ് ബൈ 3EI. സോ ഫിഫ്ത്ത് സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്? സോ നമ്മുടെ രണ്ട് ഡിഫ്ലക്ഷൻ്റെ വാല്യൂ ഈക്വൽ ആണെന്നുള്ള കൺസിഡറേഷൻ ആണ് ഫിഫ്ത്ത് സ്റ്റെപ്പിൽ പറയുന്നത്. അപ്പോൾ തേർഡ് സ്റ്റെപ്പിൽ കിട്ടിയ ഡിഫ്ലക്ഷൻ വാല്യൂ YB, ഫോർത്ത് സ്റ്റെപ്പിൽ കിട്ടിയ ഡിഫ്ലക്ഷൻ വാല്യൂ ദാറ്റ് വിൽ ബി 1 and same. അപ്പോൾ രണ്ട് ഇക്വേഷൻ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ EI വാല്യൂ ക്യാൻസൽ ചെയ്ത് പോയി. അവിടെ നിന്ന് RB വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. RB ഈസ് ഈക്വൽ ടു
260 into 3 divided by L cube, and that is equal to 6.24 kilonewton. 6.24 kilonewton. അപ്പോൾ നമുക്ക് റിയാക്ഷൻ ബിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് ബീമിനകത്ത് എന്തൊക്കെയുണ്ട്? അപ്പോൾ സപ്പോർട്ട് ബിയിലെ റിയാക്ഷൻ കിട്ടി 6.24 kilonewton. ഇനി നമുക്ക് ഇവിടെ ഉണ്ട്, ഇവിടെ നമുക്കൊരു റിയാക്ഷൻ എ കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. റിയാക്ഷൻ എ, പിന്നെ ഇവിടെ ഒരു മൊമെൻ്റ് ഉണ്ട്, മൊമെൻ്റ്. സോ ഇവിടെ നമുക്കൊരു ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഉണ്ട്. ഹൊറിസോണ്ടൽ റിയാക്ഷൻ അറ്റ് എ, ഹൊറിസോണ്ടൽ റിയാക്ഷൻ അറ്റ് എ കാൽക്കുലേറ്റ് ചെയ്യേണ്ട, ബിക്കോസ് നമുക്ക് തന്നിരിക്കുന്ന സ്ട്രക്ചറിൽ ഹൊറിസോണ്ടൽ റിയാക്ഷൻസ് ഒന്നുമില്ല, അതുകൊണ്ട് ഹൊറിസോണ്ടൽ റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ട. സോ പോയിന്റ് ലോഡ് കൊടുത്തിരുന്നത് 30 kilonewton ആണ്. നമുക്ക് എന്ത് ചെയ്യാം? മൊമെൻ്റ് അറ്റ് എ കാൽക്കുലേറ്റ് ചെയ്യാം. മൊമെൻ്റ് അറ്റ് എ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്തെടുക്കാം? സം ഓഫ് മൊമെന്റ്സ് ഈസ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വിലിബ്രിയം ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. സം ഓഫ് മൊമെന്റ്സ് ഈസ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വിലിബ്രിയം ഇക്വേഷൻ. ഇനി നമുക്കിതിൻ്റെ സൈൻ കൺവെൻഷൻ നോക്കാം. അപ്പോൾ സാഗിങ് മൊമെന്റ് ആർ ടേക്കൺ ആസ് പോസിറ്റീവ്. ഇതാണ് സാഗിങ്. സോ ഇങ്ങനെ മൊമെന്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും? പോസിറ്റീവ്. ബീം സാഗ് ചെയ്യുമായിരിക്കും. സാഗി ആണെങ്കിൽ ബെൻഡിങ് മൊമെന്റ് പോസിറ്റീവായിട്ട് എടുക്കുക. ഇനി മൊമെന്റ് ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഹോഗിങ് മൊമെന്റ് ആണ്. ഹോഗിങ് മൊമെന്റ് ആർ ടേക്കൺ ആസ് നെഗറ്റീവ്. അതായത് ഇവിടെ ക്ലോക്ക് വൈസ്, റൈറ്റ് സൈഡിൽ ക്ലോക്ക് വൈസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ബീം ഹോഗ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് മൊമെന്റ് എടുക്കുക. റൈറ്റ് സൈഡിൽ ആന്റി ക്ലോക്ക് വൈസ് ആക്ട് ചെയ്യുവാണെങ്കിൽ ബീം സാഗ് ചെയ്യും. സാഗിങ് മൊമെന്റ് ആർ ടേക്കൺ ആസ് പോസിറ്റീവ്. അപ്പോൾ ഫസ്റ്റ് എന്താണ്? എം എ ക്ലോക്ക് വൈസ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിൽ ക്ലോക്ക് വൈസ് ആയിട്ടാണ് മൊമെന്റ് ആക്ട് ചെയ്യുന്നത്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് ഇതാണ്, എ എന്ന് പറഞ്ഞ പോയിന്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ വിത്ത് കൺസിഡറിങ് എ പോയിന്റ്, മൊമെന്റ് അറ്റ് എ ക്ലോക്ക് വൈസ് തന്നിരിക്കണക്കാണ് ആക്ട് ചെയ്യുന്നത്. therefore it is taken as നെഗറ്റീവ്. ഹോഗിങ് ആണ് കോസ് ചെയ്യുന്നത്. അപ്പോൾ മൈനസ് എം എ. ഇനി അടുത്ത 30 kilonewton. അപ്പോൾ 30 kilonewton എങ്ങനെയാണ് കോസ് ചെയ്യുന്നത്? 30 kilonewtonും ക്ലോക്ക് വൈസ് എബൌട്ട് റൈറ്റ് സൈഡ് ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പം ബീം ഹോഗ് ചെയ്യും. ഹോഗിങ് മൊമെന്റ് ആർ ടേക്കൺ ആസ് നെഗറ്റീവ്. സോ മൈനസ് 30 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കൊടുത്തിരിക്കുന്നത് ഇതുണ്ടേ, 30 മുതൽ എ വരെയുള്ള ഡിസ്റ്റൻസ് 2 meters. അപ്പോൾ 30 ഇൻറ്റു 2. ഇനി എന്താണ്? 6.24. 6.24ന്റെ എഫക്ട് എന്താ? അത് ഇങ്ങനെ ആക്ട് ചെയ്യുന്നത്. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. therefore sagging moment is causing, sagging moment is taken as positive. അപ്പോൾ 6.24 into 5. 6.24 into 5. സോ ഇവിടെ നിന്ന് എങ്ങനെ എഴുതാം? ഇസ് ഈക്വൽ ടു 0. ഇസ് ഈക്വൽ ടു 0. അപ്പോൾ therefore എം എ ഇസ് ഈക്വൽ ടു 6.24 മൈനസ് 60 എന്ന് വരും. ഇതാണ്ടേ എം എ റൈറ്റ് സൈഡിലേക്ക് എഴുതി. അപ്പോൾ എം എ ഇസ് ഈക്വൽ ടു മൈനസ് 30 ഇൻറ്റു 2 പ്ലസ് ആർ ബി ഇൻറ്റു 5. ആർ ബിയുടെ വാല്യൂ 6.24. അപ്പോൾ നമുക്ക് എന്ത് വന്നു? മൈനസ് 28.8 kilonewton meter. മൈനസ് 28.8 kilonewton meter ആണ് മൊമെന്റ് അറ്റ് എയുടെ ആൻസർ. ഇനി അടുത്തത് എന്താണ്? ഇനി നമുക്ക് റിയാക്ഷൻ എയുടെ വാല്യൂയും കൂടി കാൽക്കുലേറ്റ് ചെയ്യണം. റിയാക്ഷൻ എ. അപ്പോൾ റിയാക്ഷൻ എ കാൽക്കുലേറ്റ് ചെയ്യാൻ സിഗ്മ വി ഇസ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വിലിബ്രിയം ഇക്വേഷൻ. സിഗ്മ വി ഇസ് ഈക്വൽ ടു 0. എന്നിട്ട് എന്ത് ചെയ്യുക? വെർട്ടിക്കൽ റിയാക്ഷൻസ് മാത്രം കൺസിഡർ ചെയ്യാം. upward reactions are taken as positive and downward reactions are taken as negative. ഇവിടെ നമുക്ക് രണ്ട് upward force ആണ് ഉള്ളത്, RA യും 6.24. അപ്പോൾ RA plus 6.24. ഇനി എന്താ ഉള്ളത്? 30 kilonewton downward ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ -30 is equal to 0. സോ അവിടെ നിന്ന് RA വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. RA is equal to 30 minus 6.24 എന്ന് വരും, is equal to 23.76 kilonewton. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ബീമിൻ്റെ പ്രോപ്പർട്ടി കാന്റിലിവറിനകത്തുള്ള അൺനോൺ ഫോഴ്സസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ അൺനോൺ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഫിക്സഡ് എൻഡിലെ റിയാക്ഷൻ എ കാൽക്കുലേറ്റ് ചെയ്തു 23.76, ഹൊറിസോണ്ടൽ റിയാക്ഷൻ 0 ആണ്, മൊമെന്റ് -28.8 എന്ന് കിട്ടി, വെർട്ടിക്കൽ റിയാക്ഷൻ അറ്റ് ബി 6.24. ഇനി ഇതിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രവും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രവും കാൽക്കുലേറ്റ് ചെയ്യണം, SFD ആൻഡ് BMD.
സോ നെക്സ്റ്റ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാൻ പോവാണ്. അപ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് ഫസ്റ്റ് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ ഫിഗർ ഒന്ന് വരച്ചിട്ട് ചെയ്യാൻ പോകുന്നത് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ബേസ് ലൈൻ മാർക്ക് ചെയ്തു. ഈ ബേസ് ലൈനിൻ്റെ മുകളിലേക്കുള്ള വാല്യൂസ് എല്ലാം പോസിറ്റീവ് വാല്യൂസ് ആണ്, ബേസ് ലൈനിൻ്റെ താഴെയുള്ള വാല്യൂസ് എല്ലാം നെഗറ്റീവ് വാല്യൂസ് ആണ്. ബേസ് ലൈനിൻ്റെ സൈഡിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഒന്ന് മാർക്ക് ചെയ്യുക, SFD ഷിയർ ഫോഴ്സ് ഡയഗ്രാം. സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കണം. അപ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാനുള്ള സൈൻ കൺവെൻഷൻ ഒന്ന് ഓർക്കുക. ഇപ്പോൾ ഇതൊരു ബീം ആണെങ്കിൽ സോ മൊമെന്റ് ഫോഴ്സസ് ഇങ്ങനെ ആക്ട് ചെയ്യുവാണെങ്കിൽ, അതായത് ക്ലോക്ക് വൈസ് പോലെ ആക്ട് ചെയ്യുവാണെങ്കിൽ പോസിറ്റീവ് ഷിയർ ഫോഴ്സ്. ഇനി ഫോഴ്സസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ, ഫോഴ്സസ് ആക്ടിങ് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ നെഗറ്റീവ് ഷിയർ ഫോഴ്സ്, പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ആൻഡ് നെഗറ്റീവ് ഷിയർ ഫോഴ്സ്. അല്ലെങ്കിൽ നമുക്കിത് ബീമിൻ്റെ ലെഫ്റ്റ് സൈഡ്, ബീമിൻ്റെ റൈറ്റ് സൈഡ്, ബീമിൻ്റെ റൈറ്റ് സൈഡിൽ ഡൗൺവേർഡ് ഫോഴ്സോ ബീമിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ് ഫോഴ്സോ ആണെങ്കിൽ പോസിറ്റീവ് ഷിയർ ഫോഴ്സ്. ഇനി ബീമിൻ്റെ റൈറ്റ് സൈഡിൽ അപ്വേർഡ് ഫോഴ്സും ലെഫ്റ്റ് സൈഡിൽ ഡൗൺവേർഡ് ഫോഴ്സും ആണെങ്കിൽ അത് നെഗറ്റീവ് ഷിയർ ഫോഴ്സ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയ RA വാല്യൂ RB വാല്യൂ നോക്കാം. RA വാല്യൂ RB വാല്യൂ എന്തായിരുന്നു? അപ്വേർഡ് ഡയറക്ഷനിൽ തന്നെയാണ് നമുക്ക് കിട്ടിയത്. RA വാല്യൂ അപ്വേർഡ് ഡയറക്ഷനാണ് കിട്ടിയത്. കിട്ടിയ വാല്യൂ 23.76. സോ നോക്കിക്കേ, RAയുടെ വാല്യൂ അപ്വേർഡ് വാല്യൂ ആണ് കിട്ടിയിരുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ആണ് ഇത്, നമുക്ക് ബീമിൻ്റെ ലെഫ്റ്റ് സൈഡ് ആണ്. ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ് ഫോഴ്സ് ആണെങ്കിൽ പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ആയിട്ട് മാർക്ക് ചെയ്യുക. RA വാല്യൂ കിട്ടിയിരുന്നത് 23.76. RAയുടെ വാല്യൂ 23.76 ആയിരുന്നു. RBയുടെ വാല്യൂ കിട്ടിയിരുന്നത് 6.24, അതും അപ്വേർഡ് ഫോഴ്സ് ആയിരുന്നു. സോ നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ RA 23.76 ബീമിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ്സ്. ബീമിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ്സ് ആണെങ്കിൽ എന്താണ്? പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ആണ്. സോ ഇവിടെ നിന്ന് മുകളിലേക്ക് മാർക്ക് ചെയ്തു 23.76. ഇത് നോക്കിയേ, A മുതൽ 30 വരെയുള്ള അവിടെ ലോഡൊന്നും ആക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഒരു ഹൊറിസോണ്ടൽ ലൈനായിട്ടായിരിക്കും മാർക്ക് ചെയ്യുന്നത്. ഫ്രം A to 30 kN ലോഡ്, ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് SFD ഒരു ഹൊറിസോണ്ടൽ ലൈനായിട്ടായിരിക്കും മാർക്ക് ചെയ്യുന്നത്. ഇനി നോക്കിക്കേ, ഇവിടെ നമുക്കൊരു പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ there will be a shear jump. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് 30 kN ലോട്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ താഴത്തേക്ക് ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്തു? 23.76 മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കി എന്ത് ചെയ്യും? ബാക്കി താഴത്തേക്ക് മാർക്ക് ചെയ്യും. സോ ഈ ഗ്രീൻ ലൈൻ വരച്ചിരിക്കുന്നത് ഫുൾ 30 kN ആണ്. അപ്പോൾ ഈ പോയിന്റ് വന്നപ്പോൾ എന്ത് ചെയ്തു? 30 kN ലോഡ് വന്നു. 30 kN ലോഡ് വന്നാൽ, പോയിന്റ് ലോഡ് വന്നാൽ there will be a shear jump. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെ 30 kN ആണ്. റിമൈനിങ് ലോഡ് എന്ത് ചെയ്തു? ബേസ് ലൈനിന് താഴത്തേക്ക് മാർക്ക് ചെയ്തു. ഇനി നോക്കിയേ, ഇവിടെ നിന്ന് ഇത്രയും ഡിസ്റ്റൻസിൽ നമുക്ക് ലോഡൊന്നുമില്ല. അതുകൊണ്ട് വീണ്ടും ഒരു സ്ട്രെയിറ്റ് ലൈൻ മാർക്ക് ചെയ്തു. സോ ഇത് നോക്കിയേ, ഈ ഡിസ്റ്റൻസ് നമുക്ക് 23.76 ആണ്. ആക്ട് ചെയ്യുന്ന ലോഡ് 30 ആണ്. അപ്പോൾ 30 മൈനസ് 23.76 ആണ് താഴത്തേക്ക് വരച്ച വാല്യൂ. അത് 6.24 ആണ്. ഇനി നമുക്ക് RBയുടെ വാല്യൂ നോക്കാം. RB എന്താണ്? 6.24 ആണ്. പക്ഷേ RB എങ്ങനെ ആക്ട് ചെയ്യുന്നത്? റൈറ്റ് സൈഡിൽ അപ്വേർഡ്സ് ആണ്. റൈറ്റ് സൈഡിൽ അപ്വേർഡ്സ് ആണെങ്കിൽ എന്താണ്? നെഗറ്റീവ് ഷിയർ ഫോഴ്സ് ആണ്. നെഗറ്റീവ് ഷിയർ ഫോഴ്സ്. അപ്പോൾ എന്ത് ചെയ്യാം? ബേസ് ലൈനിൽ നിന്ന് നമുക്ക് താഴത്തേക്ക് മാർക്ക് ചെയ്യാം 6.24. അപ്പോൾ ഇങ്ങനെയാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുന്നത്. സോ നെക്സ്റ്റ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കണം. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനും ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ബേസ് ലൈൻ വരയ്ക്കുക. ബേസ് ലൈൻ. ഇനി ആ ബേസ് ലൈനിന് മുകളിലേക്കുള്ള വാല്യൂസ് പോസിറ്റീവ് വാല്യൂസും താഴത്തേക്കുള്ള വാല്യൂസ് നെഗറ്റീവ് വാല്യൂസും ആണ്. ഒരു ചെറിയ വേരിയേഷൻ ഉണ്ട്, അത് ഞാൻ പറയാം. എന്നിട്ട് ഇവിടെ BMD എന്ന് മാർക്ക് ചെയ്യാം. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഇനി ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുന്നത് 2 സ്റ്റെപ്പായിട്ടാണ്. 2 ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം കമ്പൈൻ ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുന്നത്. ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാൻ 2 സ്റ്റെപ്പ് ഉണ്ട്.
അപ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന സ്ട്രക്ചറിനെ ഒരു സിംപ്ലി സപ്പോർട്ടഡ് സ്ട്രക്ചറായിട്ട് അസ്യൂം ചെയ്യും. അപ്പോൾ എയിൽ ഫിക്സഡ് സപ്പോർട്ട് ആണെങ്കിലും നമ്മൾ അതിനെ ഒരു സിമ്പിൾ സപ്പോർട്ടായിട്ട് അസ്യൂം ചെയ്യും. അപ്പോൾ ഗിവൺ സ്ട്രക്ചറിനെ ഒരു സിമ്പിൾ സപ്പോർട്ട് സ്ട്രക്ചറായിട്ട് അസ്യൂം ചെയ്യുകയാണ്. അതിനകത്ത് നമ്മുടെ ഗിവൺ ലോഡ് ആക്ട് ചെയ്യുകയാണ്. 30 kN എന്നുള്ളൊരു ലോഡ് ആക്ട് ചെയ്യുകയാണ്. സോ ഇത് 2 മീറ്റർ, ഇത് 3 meters. സോ ഇതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം, തന്നിരിക്കുന്ന സ്ട്രക്ചർ ഒരു സിംപ്ലി സപ്പോർട്ടഡ് സ്ട്രക്ചറാണ്. അതിനകത്ത് ക്വസ്റ്റിനകത്തുള്ള ഗിവൺ ലോഡ് ആക്ട് ചെയ്യുകയാണ്. അതിൻ്റെ മൊമെൻറ്റ് ഡയഗ്രാം, ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ആദ്യമേ വരയ്ക്കണം. സോ നമുക്കത് അറിയാമായിരുന്നു. എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ക്യാരിങ് ആൻ എക്സെൻട്രിക് പോയിന്റ് ലോഡിങ്. സോ ഇതാണ് സിംപ്ലി സപ്പോർട്ടഡ് ബീം. ഇതൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ക്യാരിങ് ആൻ എക്സെൻട്രിക് പോയിന്റ് ലോഡിങ്. എക്സെൻട്രിക് എന്ന് പറയുമ്പോൾ സെൻറ്ററിലല്ല ലോഡ് ആക്ട് ചെയ്യുന്നത്. സോ ഇത് എ, ഇത് ബി, ഇത് ഡബ്ല്യു ആണെങ്കിൽ മാക്സിമം മൊമെൻറ്റ് ആക്ട് ചെയ്യുന്നത് എവിടെയായിരിക്കും? ലോഡിൻ്റെ താഴെയായിരിക്കും മാക്സിമം മൊമെൻറ്റ് ആക്ട് ചെയ്യുന്നത്. ആ മൊമെൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഡബ്ല്യു എ ഇൻറ്റു ബി ഡിവൈഡഡ് ബൈ എൽ, ഡബ്ല്യു എ ബി ഡിവൈഡഡ് ബൈ എൽ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റിനകത്തുള്ള വാല്യൂ, ഡബ്ല്യുവിൻ്റെ വാല്യൂ 30, എയുടെ വാല്യൂ 2, ബിയുടെ വാല്യൂ 3 ഡിവൈഡഡ് ബൈ എൽ എന്ന് പറയുമ്പോൾ 5. അപ്പോൾ 30 × 2 × 3 ഡിവൈഡഡ് ബൈ 5 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 36 kN. അപ്പോൾ മാക്സിമം മൊമെൻറ്റ് ആക്ട് ചെയ്യുന്നത് സെൻറ്ററിലായിരിക്കും. ഇനി ഇതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഷേപ്പ് എന്തായിരിക്കും? അതൊരു ട്രയാങ്കുലർ ഷേപ്പ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഈ മൊമെൻറ്റ് വാല്യൂ ആണ് 36. 30 × 2 × 3 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുമ്പോൾ 36 കിട്ടും, 36 kN. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഡയഗ്രാം വരയ്ക്കുക. തന്നിരിക്കുന്ന ബീമിനെ സിംപ്ലി സപ്പോർട്ടഡ് ബീമായിട്ട് കൺസിഡർ ചെയ്തിട്ട് അതിന് കിട്ടുന്ന ബെൻഡിങ് മൊമെൻറ്റ് വാല്യൂ വരയ്ക്കുക. സോ ഇതാണ്ട് ഇങ്ങനെ വരും. വാല്യൂ 36 kN. അപ്പോൾ ഈ വാല്യൂ 36 kN. സോ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് വാല്യൂസ് മുകളിലേക്കും വരച്ചു, നെഗറ്റീവ് വാല്യൂസ് താഴത്തേക്കും വരും. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് നമ്മുടെ ഒറിജിനൽ ബീമിലേക്ക് നോക്കുക. ഒറിജിനൽ ബീമിൽ നമുക്ക് എയിൽ ഒരു മൊമെൻറ്റ് വാല്യൂ ഉണ്ട്, ബിക്കോസ് ഇറ്റ് ഈസ് എ ഫിക്സഡ് സപ്പോർട്ട്. ഇനി ബിയിൽ മൊമെൻ്റ് ഒന്നുമില്ല, ബിക്കോസ് ബി ഒരു സിമ്പിൾ സപ്പോർട്ടാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? എയിലെ മൊമെൻറ്റ് വാല്യൂ മാർക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് തന്നിരിക്കുന്ന സ്ട്രക്ചേഴ്സിൻ്റെ സപ്പോർട്ട്സിലെ മൊമെൻറ്റ് വാല്യൂസ് ബീമിലേക്ക് മാർക്ക് ചെയ്യാനാണ്. തന്നിരിക്കുന്ന ഒറിജിനൽ ബീമിൻ്റെ സപ്പോർട്ട്സിലുള്ള മൊമെൻറ്റ് വാല്യൂ നമ്മുടെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിലേക്ക് മാർക്ക് ചെയ്യുക. ഫിക്സഡ് ആൻഡ് മൊമെൻറ്റ്സ് മാർക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് മാർക്ക് ചെയ്യുമ്പോൾ നെഗറ്റീവ് വാല്യൂസ് മുകളിലായിരിക്കും മാർക്ക് ചെയ്യുന്നത്, പോസിറ്റീവ് വാല്യൂസ് താഴത്തേക്കായിരിക്കും മാർക്ക് ചെയ്യുന്നത്. നെഗറ്റീവ് വാല്യൂസ് മുകളിലും പോസിറ്റീവ് വാല്യൂസ് താഴെയായിട്ടായിരിക്കും മാർക്ക് ചെയ്യുന്നത് ഫിക്സഡ് നമ്മുടെ സപ്പോർട്ട്സിലുള്ള മൊമെൻറ്റ്സ് കൺസിഡർ ചെയ്യുമ്പോൾ. അപ്പോൾ ബി എന്ന് പറഞ്ഞ പോയിന്റിൽ മൊമെൻ്റ് ഒന്നുമില്ല, ബിക്കോസ് ഇറ്റ് ഈസ് എ സിമ്പിൾ സപ്പോർട്ട്. അതുകൊണ്ട് ബി പോയിന്റിൽ മൊമെൻറ്റ് വാല്യൂ 0 ആയിട്ടായിരിക്കും എടുക്കുന്നത്. പക്ഷേ നമുക്ക് എയിൽ ഒരു മൊമെൻറ്റ് വാല്യൂ ഉണ്ടായിരുന്നു. എയിലെ മൊമെൻറ്റ് വാല്യൂ കിട്ടിയത് -28.8. അപ്പോൾ -28.8 ആണെങ്കിൽ എവിടെ മാർക്ക് ചെയ്യണം? മുകളിലാണ് മാർക്ക് ചെയ്യേണ്ടത്. -28.8 ആയതുകൊണ്ട് അത് ടോപ്പിലാണ് മാർക്ക് ചെയ്യേണ്ടത്. സോ ഇനി നമുക്ക് ആ മൊമെൻറ്റ് വാല്യൂ വരയ്ക്കാം. -28.8. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് മുകളിലേക്ക് -28.8. ഇനി എന്താണ്? ബിയിൽ മൊമെൻറ്റ് 0 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് 0 എന്ന് ഒരു വര. സോ ഇനി നമുക്കിതിൻ്റെ ഫൈനൽ എൻഡ് മൊമെൻറ്റ് ഏതാണ്? ഇപ്പോൾ രണ്ടും ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരച്ചു. ഇനി ഇതിൻ്റെ ഫൈനൽ മൊമെൻറ്റ് എന്ന് പറയുന്നത് ഈ രണ്ട് ഡയഗ്രവും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഇല്ലേ, ഇതുണ്ട്. ഇവിടെ നമ്മൾ ആദ്യം വരച്ച ഡയഗ്രാം മീറ്റ് ചെയ്തു, രണ്ടാമത് വരച്ച ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം മീറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ഇത് ഷെയ്ഡ് ചെയ്യുക. പിന്നെ ഇവിടെ നമ്മുടെ എൻഡ് മൊമെൻറ്റ്സ് മാത്രം വരുന്ന പോർഷൻ ഉണ്ടല്ലോ, അതും ഷെയ്ഡ് ചെയ്യുക. അപ്പോൾ ഈ ഷെയ്ഡഡ് റീജൻ ആണ് നമ്മുടെ ഫൈനൽ എൻഡ് മൊമെൻറ്റ്. ഫൈനൽ മൊമെൻറ്റ് നമുക്ക് തന്നിരിക്കുന്ന ബീമിൻ്റെ മൊമെൻറ്റ് വാല്യൂ. അപ്പോൾ SFDയും വരച്ചു, BMDയും വരച്ചു. സോ താങ്ക് യു. ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ കാണാം.